നമ്മൾ കഴിഞ്ഞ ദിവസം എൻ പി എസിനെ കുറിച്ച് പറഞ്ഞിരുന്നു, നാഷണൽ പെൻഷൻ സ്കീമിനെ കുറിച്ച്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു അതെങ്ങനെ രജിസ്റ്റർ ചെയ്യും എന്നുള്ളത് ചോദിച്ചായിരുന്നു. അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയി വെച്ചിട്ട് ഈ എൻ പി എസ് എന്ന് സെർച്ച് ചെയ്യുക. ഈ എൻ പി എസ് എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു സൈറ്റ് NSDLൻ്റെ ഒരു സൈറ്റ് ഓപ്പൺ ആയി കിട്ടും. ആ NSDLൻ്റെ സൈറ്റിൽ, അതായത് പ്രോട്ടീൻ പവേർഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള NSDLൻ്റെ സൈറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് രജിസ്റ്റർ നോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു. രജിസ്റ്റർ നോ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഗവൺമെൻറ് സർവീസ് മാന്, കോപ്പറേറ്റീവ് സർവീസസ്, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ ഗവൺമെൻറ് സർവീസിലോ അല്ല കോപ്പറേറ്റീവ് ഇൻഷുറൻസ് പെൻഷനോ ഇല്ലാത്തവർ നമ്മൾ അതിനകത്ത് ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബർ എന്നുള്ളത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം. ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം. ആധാർ കാർഡിലും പാൻ കാർഡിലും ഇതെല്ലാം കറക്റ്റായിട്ടുള്ളതായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് പാൻ കാർഡ് വേണം. നമുക്ക് പിന്നെ ആധാർ കാർഡ് വേണം. നമുക്കൊരു മൊബൈൽ നമ്പരും ഒരു ഇമെയിൽ ID-യും അത്യാവശ്യമായിട്ട് വേണ്ടിയതാണ്. ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേണ്ടുന്നത് നമ്മുടെ ഒരു ബാങ്ക് ഡീറ്റെയിൽസാണ്. ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണം അടയ്ക്കാനും പിന്നെ ഇതിന് ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് പെൻഷനായിട്ട് കിട്ടാനുമായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുമാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്.